ഇതാണ് പുഷ്പരാജ്. പുഷ്പ ഒരു സാധാരണ പണിക്കാരനാണ്. പക്ഷേ എന്നാടാ പുഷ്പ നിന്റെ കൂലി? കൂലിയോ? ആരാണ് നിന്റെ കൂലി? പിടിക്കണത് പിടിക്കാൻ. എന്താ എന്താ ഇത് പുഷ്പയാടാ. പുഷ്പയുടെ പേയ്മെന്റ് ആണത്. പേയ്മെന്റ് താ. ഇതാണ് പുഷ്പ. ഏതാടാ ഈ വണ്ടി? കൊള്ളാലോ വണ്ടി. മാറിക്കിട അങ്ങോട്ട്. നിന്നെപ്പോലൊന്നും തൊട്ട് കളിക്കാനുള്ള വണ്ടിയല്ലത്. ആ വണ്ടി തരാൻ വന്നേക്കും. നിന്റെയൊക്കെ വീട് വിട്ട കിട്ടോ ഈ വണ്ടി? എന്താടാ എനിക്ക് പറ്റാത്ത? ഇത് പുഷ്പയാടാ. ഈ വണ്ടിയല്ല, ഇതിനപ്പുറമുള്ള വണ്ടി ഞാൻ മേടിക്കും. പുഷ്പയാണ് അല്ല ഓണത്തിനും പാടേ അവന്റെ പുഷ്പ വന്നേക്കുന്നു. മാറിക്കിട അങ്ങോട്ട്. പുഷ്പയാടാ. അങ്ങനെ ഒരുത്തന്റെ മുമ്പിൽ ഞാൻ താഴത്തില്ല. ആ വണ്ടി ഏതാണോ അത് എടുത്തിട്ടേ ഉള്ളൂ. ഇനി താഴത്തില്ലടാ, താഴത്തില്ല. നീ ഒരു ലോണിനങ്ങ് അപേക്ഷിക്കടാ പുഷ്പ. അപേക്ഷിക്കാനോ? ഇത് പുഷ്പയാടാ. അങ്ങനെ ആരുടെ മുമ്പിലും താഴത്തില്ലടാ. പക്ഷെ പിന്മാറാൻ പുഷ്പ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് കുറുക്കൻ മൂലയിൽ മിന്നലടിച്ചത്. അയ്യോ ചത്തോടാ. ഇല്ല ഇല്ല. എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. എന്തോ ഒരു പുതിയൊരു ഫീലിങ്. ആ മിന്നൽ പുഷ്പയുടെ ജീവിതം മാറ്റിമറിച്ചു. പുഷ്പയുടെ ടൈം സ്റ്റാർട്ട് ആയടാ. പുഷ്പ ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യാൻ തുടങ്ങി. EMI അടയ്ക്കാത്തതിന് വണ്ടിയും കൊണ്ടുപോയി നടന്ന് ഊപ്പാട് കളയും. കോപ്പ്. ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ഇവനെവിടെയോ എന്താടാ മോനെ, നടന്ന് ക്ഷീണിച്ചോ? ഇതാണ് പുഷ്പയുടെ പുതിയ വണ്ടി. പുഷ്പ എന്ന് വെച്ച ഫ്ലവർ അല്ലടാ, ഫയറാ. പുഷ്പേനെ വെല്ലുവിളിക്കുമ്പോൾ നോക്കിയിട്ടൊക്കെ വേണ്ടടാ. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളു കവലയിലേക്ക്. നീട്ടി നടന്നോ.